ബി.ജെ.പിയിൽ നിന്ന് തിരിച്ചുപിടിച്ച പന്തളം നഗരസഭയിൽ CPIM-ലെ M.R. കൃഷ്ണകുമാരി അധ്യക്ഷയാകും. പന്തളം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കും. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന 2 നഗരസഭകളിൽ ഒന്നായിരുന്നു പന്തളം. ആ പന്തളം നഗരസഭയാണ് LDF തിരിച്ചുപിടിച്ചത്. അവിടെ CPIM-ലെ M.R. കൃഷ്ണകുമാരി അധ്യക്ഷയാവുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയോ? മനു, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇതിനോടൊക്കെ ആരംഭിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് ആ നടപടിക്രമങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയില്ല. എന്തായാലും ആരംഭിച്ചിരിക്കുകയാണ്. CPIM-ലെ M.R. കൃഷ്ണകുമാരി പന്തളം നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഈ പന്തളം നഗരസഭ BJP അധികാരത്തിലെത്തി എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ പന്തളത്ത് കാര്യമായ തരത്തിൽ ശബരിമല ചർച്ചയാക്കിയ ഒരു നഗരസഭ കൂടിയാണ്. പ്രത്യേകിച്ച് പന്തളം എന്ന ദേശത്തിന്റെ പ്രത്യേകത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുജു ആ കാര്യം. ഒന്ന്, ശബരിമല വിഷയം ചർച്ചയാക്കുന്നു. മറ്റൊന്ന്, ഈ RSS-ന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ നേതാക്കളെ കൊണ്ടുവന്ന ഒരു ബദൽ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയ ഇടം കൂടിയാണ്. അവിടെയാണ് ബി.ജെ.പിയെ തൂത്തെറിഞ്ഞ CPIM LDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പന്തളം നഗരസഭയിൽ അവിടെ ബദൽ അയ്യപ്പ സംഘം നടത്താൻ തന്നെ കാരണം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം, അത് ശബരിമലയുമായുള്ള ബന്ധം, ആ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഏവർക്കും പരിചയമുള്ളതാണ്. അവിടെ BJPക്ക് മാത്രം തിരിച്ചടി കിട്ടിയെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനൂടെ കനത്ത തിരിച്ചടിയാണ്. കാരണം ഇരു രാഷ്ട്രീയ കക്ഷികളും UDF-ഉം BJP-യും കോൺഗ്രസും എല്ലാം തന്നെ ശബരിമല പ്രചരണായുധം പ്രധാനമായി എടുത്ത സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയായിരുന്നു പന്തളം നഗരസഭ. അവിടെയാണ് CPIM-ന്റെ അംഗം R. കൃഷ്ണകുമാരി പന്തളം നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ ഒറ്റക്കക്ഷിയായി മാറിയത് CPIM ആണ്. വലിയ കക്ഷി LDF ആണ്. 14 സീറ്റിൽ LDF-ഉം 11 സീറ്റിൽ UDF-ഉം 9 സീറ്റിൽ BJP-യും. അതായത് കഴിഞ്ഞ തവണ 18 സീറ്റ് നേടിയ BJPക്ക് 9 സീറ്റ് മാത്രം നേടാനായുള്ളൂ. അങ്ങനെയെങ്കിൽ CPIM-ന്റെ അംഗം M.R. കൃഷ്ണകുമാരി തന്നെ അവിടെ ചെയർപേഴ്സൺ ആവും. അതല്ല, അവിടെ ആകണമെങ്കിൽ മറിച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകണം. അതായത് BJP-യും കോൺഗ്രസും കൈകോർക്കണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പന്തളത്ത് അങ്ങനൊരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്നാണ് BJP-യും കോൺഗ്രസും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ അംഗമായിരിക്കുന്ന കൃഷ്ണകുമാരി തന്നെ അവിടെ പന്തളം നഗരസഭ ചെയർപേഴ്സണായി മാറും. എന്തായാലും പന്തളം നഗരസഭ പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നഗരസഭയാണ് കുളനട. കുളനടയിലും ഒട്ടനവധി വിശ്വാസങ്ങളും ആചാരങ്ങളും ശബരിമലയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ്. കുളനടയിലും വളരെ പതിറ്റാണ്ടുകൾക്ക് ശേഷം LDF അധികാരത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ അയ്യപ്പൻ്റെ വിഷയം ചർച്ചയാക്കിയ, ശബരിമല ചർച്ചയാക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും UDF-നും കോൺഗ്രസിനും BJP-ക്കും കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഈ പന്തളത്തെയും തൊട്ടടുത്ത കുളനടയിലെയും. അങ്ങനെ പന്തളം നഗരസഭയിൽ അല്പസമയത്തിനുള്ളിൽ CPIM-ന്റെ അംഗം കൃഷ്ണകുമാരി നഗരസഭ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. മനു.